100-day challenge for FN and SNC trading, day 13. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്കൊരു ഹയർ ഹൈയും അതേപോലെ തന്നെ ഒരു ലോവർ ലോയും കൺഫേം ചെയ്യാം എന്നുള്ളതാണ്. ലെറ്റ്സ് സീ. അപ്പോൾ ഇതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ വേണ്ടി പറ്റും. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ്. ഇതിൽ തന്നെ ചില ഹയർ ഹൈസ് എന്നും ചിലത് ഹയർ ഹൈസ് അല്ലാതെയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പം ഇത് ഒരു ഹയർ ഹൈ എന്ന് മാർക്ക് ചെയ്യാനുള്ള എൻ്റെ ഒരു കാരണം മാർക്കറ്റ് പ്രീവിയസ്ലി ഉള്ള ഒരു സ്വിംഗ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഇൻഡ്യൂസ്മെന്റ് എടുത്തത്. സ്വിംഗ് ടേക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇൻഡ്യൂസ്മെന്റ് എന്നാണ് പറയാം. അപ്പോൾ ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഈ ഹയർ ഹൈ ഇവിടെ കൺഫേം ചെയ്ത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ഹയർ ഹൈ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റിൽ ടേക്ക് ഔട്ട് ചെയ്യണം. ദെൻ ആ ഒരു ഹയർ ഹൈ ഉണ്ടായാൽ മാത്രമേ അതിനെ നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ശേഷം എനിക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഹയർ ഹൈ പോലുള്ള ഒരു സ്വിംഗ് ഹൈ ഉണ്ടായി. പക്ഷേ ഇതിന് എന്തുകൊണ്ടാണ് ഞാനൊരു ഹയർ ഹൈ എന്ന് വിളിക്കാത്തതിന്റെ കാരണം ഇവിടെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു സ്വിംഗും ടേക്ക് ഔട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഹയർ ഹൈ കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഹയർ ഹൈ കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഹയർ ഹൈ കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നെക്സ്റ്റ് ഹയർ ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഹയർ ഹൈ ആവാനുള്ള കാരണം മാർക്കറ്റ് പ്രീവിയസ്ലി ഉള്ള സ്വിംഗ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ്. വൺസ് ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹയർ ഹൈ ആയിട്ട് എടുക്കാനും അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ വീണ്ടും മാർക്കറ്റ് സ്വിംഗ് ടേക്ക് ഔട്ട് ചെയ്തതുകൊണ്ട് ഇതിനെ നമുക്കൊരു ഹയർ ഹൈ ആയിട്ട് എടുക്കാനും അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കാനും വേണ്ടി പറ്റുന്നതാണ്. ഇത് ഞാനൊന്ന് ക്യാൻഡിൽസിലേക്ക് കാണിച്ചു തരാം. ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പ്രോപ്പർലി ഒരു ഹയർ ഹൈ കൺഫേം ചെയ്ത് ഹയർ ഹൈ എങ്ങനെ കൺഫേം ചെയ്ത് ഇവിടെ ഇൻഡ്യൂസ്മെന്റ് ടേക്ക് ഔട്ട് ചെയ്തതുകൊണ്ട് ഹയർ ഹൈ കൺഫേം ആയി അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കും. ദെൻ വീണ്ടും മാർക്കറ്റിൽ ഒരു സ്വിംഗ് ഹൈ ഉണ്ടായി. ഈ സ്വിംഗ് ഹൈ എങ്ങനെയാണ് ഞാനൊരു ഹയർ ഹൈ ആയിട്ട് എടുത്ത് മാർക്കറ്റ് പ്രീവിയസ്ലി ഉള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് അതൊരു സ്വിംഗ് ഈ ഒരു സ്വിംഗിന് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലെ ലോ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ ടേക്ക് ഔട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പം ഇൻഡ്യൂസ്മെന്റ് ടേക്ക് ഔട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കിത് ഹയർ ഹൈ കൺഫർമേഷൻ കിട്ടി. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നതാണ്. ദെൻ വീണ്ടും നെക്സ്റ്റ് ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹയർ ഹൈ അല്ല, വാലിഡ് ആയിട്ടുള്ള ഒരു ഹയർ ഹൈ അല്ല. കാരണം എന്താണ്? ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റും മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ടേക്ക് ഔട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹയർ ഹൈ അല്ല, അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അല്ല. ശേഷം മാർക്കറ്റിൽ ഒരു സ്വിംഗ് ഹൈ ഉണ്ടായി. ഈ സ്വിംഗ് ഹൈ എങ്ങനെ എനിക്ക് കൺഫേം ചെയ്യാം? പ്രീവിയസ്ലി ഉള്ള സ്വിംഗ് ലോ എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡിലെ ലോ ടേക്ക് ഔട്ട് ചെയ്താൽ മതി. ഇവിടെ ലോ ടേക്ക് ഔട്ട് ചെയ്തുള്ള പോയിന്റ് ഇതാണ്. ഇവിടെ ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ഹയർ ഹൈ ആയിട്ട് എടുക്കാനും അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ എനിക്കറിയാം ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ അറിയിക്കാം. അതല്ല ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് 2 സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് നോക്കി മനസ്സിലാക്കാം. സോ ദാറ്റ്സ് 1 minute. See you tomorrow.